ഈ സമയം പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ നബിൽ ഷാ എസ് പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ അർക്കന്നൂർ ദേശത്ത് ലീലാ മന്ദിരം വീട്ടിൽ ശ്രീ മഹേന്ദ്രക്കുറുപ്പിന്റെയും ശ്രീമതി ഷീല മഹേന്ദ്രയുടെയും മകനും ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീ വിഷ്ണു മഹേന്ദ്രയ്ക്ക് കൈമാറുന്നു. ഇപ്പോൾ പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ ശ്രീ വിഷ്ണു മഹേന്ദ്ര ഏറ്റെടുത്തിരിക്കുന്നു. Now, the parade commander, Sri Vishnu Mahendra, who proved his mettle in various aspects of training, has taken over the supreme charge of the passing out parade. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് ആയിരുന്ന ശ്രീ മുഹമ്മദ് നദിയുദ്ദീൻ IPS അവർകൾ, നിലവിലെ IR ബറ്റാലിയൻ കമാൻഡന്റ് ശ്രീമതി ഹേമലത M IPS അവർകൾ എന്നിവരുടെ മേൽനോട്ടത്തിൽ കോഴ്സ് കോർഡിനേറ്ററായ കേരള പോലീസ് അക്കാദമി ടെക്നിക്കൽ ആൻഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് സ്റ്റഡീസ്
അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ നജീബ് എസ് അവർകൾ, IRB പരിശീലന വിഭാഗം ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ സജീഷ് ബാബു NV, ഡെപ്യൂട്ടി കമാൻഡന്റ് QM ശ്രീ ഷമീർ ഖാൻ Y, അസിസ്റ്റന്റ് കോഴ്സ് കോർഡിനേറ്റർ മോട്ടോർ ട്രാൻസ്പോർട്ട് DYSP ശ്രീ വർഗീസ് KJ, അസിസ്റ്റന്റ് കമാൻഡന്റ് ശ്രീ മനോജ് സെബാസ്റ്റ്യൻ, ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ജോൺസൺ ജോസഫ് എന്നിവരാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ ഇവർക്ക് വിജയകരമായി പരിശീലനം നയിച്ചത്. ഔട്ട്ഡോർ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ വിനോദ് ചന്ദ്രൻ, ശ്രീ അനിൽ G, ശ്രീ രവികുമാർ, ശ്രീ ദിലീപ്, ശ്രീ ശ്രീജിത്ത് VS, ശ്രീ ബിജു G, ശ്രീ ഹരീഷ് NR, ശ്രീ രജീഷ് MR, ശ്രീ സാബു MR, ശ്രീ ഷെറിൻ ദാസ്. ആംഡ് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ അനുരാഗ് നാരായണൻ, ശ്രീ സജിത് G നായർ എന്നിവരും ഹവിൽദാർമാരായ ശ്രീ അജിത് G, ശ്രീ രമീസ് KP, ശ്രീ ഹരീഷ് OH, ശ്രീ പ്രദീപ് ലാൽ N, ശ്രീ സനീഷ് PC, ശ്രീ ബൈജു, ശ്രീ അരുൺ R, ശ്രീ മുഹാലിസ് N, ശ്രീ സൂരജ് ദാസ് GW, ശ്രീ ബിജോയ് V, ശ്രീ സജിത് S, ശ്രീ വൈശാഖ്, ശ്രീ ദീപക് MP, ശ്രീ രാജേഷ് R, ശ്രീ വിഷ്ണു ബാലകൃഷ്ണൻ, ശ്രീ നിഖിൽ C, ശ്രീ സജു C, ശ്രീ അഭിരാം PJ, ശ്രീ ഷറഫുദ്ദീൻ എന്നിവരും ആകുന്നു. 6 പ്ലട്ടൂണുകളാണ് ഇന്ന് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്ലട്ടൂണിനെ എറണാകുളം ജില്ലയിൽ കൊച്ചി താലൂക്കിൽ ചെറായി ദേശത്ത് മാളേക്കാട് വീട്ടിൽ പരേതനായ ശ്രീ MK ഹരിഹരന്റെയും ശ്രീമതി മിനി ഹരിഹരന്റെയും മകനും BSc ഫിസിക്സ് ബിരുദധാരിയുമായ ശ്രീ അരുൺ ഹരിഹരൻ നയിക്കുന്നു. ഭാര്യ ശ്രീമതി ശ്രീകുട്ടി അരുൺ, മകൻ ദേവിക് അരുൺ. രണ്ടാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നു മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി താലൂക്കിൽ പുളിയകോട് ദേശത്ത് പീലാരങ്കൽ വീട്ടിൽ ശ്രീ രാമകൃഷ്ണൻ നായരുടെയും ശ്രീമതി മീനാക്ഷിയുടെയും മകനും സോഷ്യോളജി ബിരുദധാരിയുമായ ശ്രീ ശ്രീജിത്ത് രാമകൃഷ്ണൻ. മൂന്നാമത്തെ പ്ലട്ടൂണിനെ എറണാകുളം ജില്ലയിൽ പറവൂർ താലൂക്കിൽ ചിറ്റാറ്റുകര ദേശത്ത് മങ്ങാട്ട് വീട്ടിൽ ശ്രീ ബാലകൃഷ്ണന്റെയും ശ്രീമതി ഉമാദേവിയുടെയും മകനും BA ഹിസ്റ്ററി ബിരുദധാരിയുമായ ശ്രീ അനിൽജിത്ത് നയിക്കുന്നു. ഭാര്യ ശ്രീമതി അഞ്ജന. നാലാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കാവുങ്കൽ ദേശത്ത് കുറവൻപറമ്പിൽ വീട്ടിൽ ശ്രീ രമേശിൻ്റെയും ശ്രീമതി രാജി രമേശിൻ്റെയും മകനും BA ഫിലോസഫി ബിരുദധാരിയുമായ ശ്രീ രാഹുൽ രമേശ്. അഞ്ചാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ അടിവാട് ദേശത്ത് കിഴക്കേയിൽ വീട്ടിൽ ശ്രീ KK മുഹമ്മദിൻ്റെയും ശ്രീമതി ജമീല മുഹമ്മദിൻ്റെയും മകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ യോഗ്യതയുമുള്ള ശ്രീ ഫായിസ് മുഹമ്മദ്. ആറാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ വടകോട് ദേശത്ത് ഗോഡ്സ് ഫേവർ വീട്ടിൽ ശ്രീ സുരേഷിൻ്റെയും ശ്രീമതി റാണിയുടെയും മകനും B.Ed വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീ വിനോദ് SR. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന രാമവർമ്മപുരം തൃശ്ശൂർ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പാസിംഗ് ഔട്ട് പരേഡ് ഗ്രൗണ്ടിൽ ഇന്ന് അനവധ്യ സുന്ദരമായ മിഴിവോടെ സാക്ഷ്യം വഹിക്കുന്ന നയനങ്ങൾക്ക് സായുജ്യമായി 2024 ജൂൺ 26 മുതലുള്ള 6 മാസക്കാലത്തെ കഠിന പരിശീലനത്തിന് ശേഷം 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരിശീലനാർത്ഥികൾ തങ്ങളുടെ സേവന പാതയിലേക്ക് പ്രവേശിക്കുവാനായി അണിനിരന്നു നിൽക്കുന്ന മനോഹരമായ മുഹൂർത്തമാണിത്. പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ മതപരവും സാമൂഹികവുമായ വേർതിരിവുകളില്ലാതെ മലയാളികൾ പരസ്പരം സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്ത് ഒത്തുചേർന്ന് പ്രവർത്തിച്ച സന്ദർഭങ്ങളിലൂടെ കേരളം അതിൻ്റെ പ്രതിരോധ ശേഷിയും ഐക്യവും ആവർത്തിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഐക്യദാർഢ്യത്തിൻ്റെയും ധാരണയുടെയും ഈ മനോഭാവം കേരളത്തിൻ്റെ സ്വത്വത്തിൻ്റെ മൂലക്കല്ലായി തുടരുന്നു. ഇത് പലപ്പോഴും വ്യത്യാസങ്ങളാൽ വിഭജിക്കപ്പെട്ട ഒരു ലോകത്ത് കൈരളിയെ സാമുദായിക ഐക്യത്തിൻ്റെ പ്രകാശം പരത്തുന്ന ദീപസ്തംഭമായി മാറ്റുന്നു. സാമൂഹിക നീതി, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയിൽ സംസ്ഥാനത്തിന്റെ ശക്തമായ പാരമ്പര്യം ഐക്യമുള്ള ഒരു സമൂഹം വളർത്തിയെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കേരളത്തിന്റെ ഉയർന്ന സാക്ഷരതാ നിരക്കും മതേതര വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഊന്നലും ജനങ്ങൾക്കിടയിൽ ഔന്നത്യം ഉള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്തുകയും പൊതുവായ ഒരു ലക്ഷ്യബോധം വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയം ബഹുമാനപ്പെട്ട ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡർ ശ്രീമതി ഹേമലത M ഇന്ത്യൻ പോലീസ് സർവീസ് അവറുകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നു.
ഇന്ന് സേവനപാതയിലേക്ക് ഹരിശ്രീ കുറിക്കുന്ന 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരിശീലനാർത്ഥികളെ M.Tech യോഗ്യതയുള്ള 2 പേരും 7 ബിരുദാനന്തര ബിരുദധാരികളും B.Tech യോഗ്യതയുള്ള 15 പേരും 2 B.Ed യോഗ്യതയുള്ളവരും 53 ബിരുദധാരികളും ഡിപ്ലോമ യോഗ്യതയുള്ള 16 പേരും +2 യോഗ്യതയുള്ള 39 പേരും 1 വീതം ITI SSLC യോഗ്യതയുള്ളവരും ഉൾപ്പെടുന്നു. ഈ സഞ്ചയത്തിൽ മലബാർ സ്പെഷ്യൽ പോലീസിൽ നിന്നും 21 പേരും സ്പെഷ്യൽ ആംഡ് പോലീസിൽ നിന്നും 43 പേരും കേരള ആംഡ് പോലീസ് 1-ാം ദളത്തിൽ നിന്നും 14 പേരും കേരള ആംഡ് പോലീസ് 2-ാം ദളത്തിൽ നിന്നും 12 പേരും കേരള ആംഡ് പോലീസ് 3-ാം ദളത്തിൽ നിന്നും 32 പേരും കേരള ആംഡ് പോലീസ് 4-ാം ദളത്തിൽ നിന്നും 15 പേരും കേരള ആംഡ് പോലീസ് 5-ാം ദളത്തിൽ നിന്നും 13 പേരും ഉൾപ്പെടുന്നു. തങ്ങൾ ഭാരതീയരായ പൗരന്മാർ ആണെന്നുള്ള അഭിമാനത്താൽ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക് ആണെന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ ആമുഖം ഹൃദിസ്ഥമാക്കി രാജ്യത്തിൻ്റെ പൈതൃകത്തിന് യാതൊരു കോട്ടവും തട്ടാതെ കാക്കാനും ഭരണഘടനയുടെ മൂല്യങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നതിന് തങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെയുമാണ് ഈ 150 സേനാംഗങ്ങൾ ഇന്നിവിടെ അഭിമാനത്തോടെ നിൽക്കുന്നത്. ഈ സമയം ബഹുമാന്യനായ DIG ആംഡ് പോലീസ് ബറ്റാലിയൻ ഇൻചാർജ് ശ്രീ ആനന്ദ് R IPS അവർകൾ ഡയസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. പരിശീലന കാലയളവിൽ കായിക പരിശീലനത്തിനും വാഹനങ്ങളുടെ ഉപയോഗവും പരിപാലനവും കൂടാതെ നിയമവിഷയങ്ങളായ ഇന്ത്യൻ പിനൽ കോഡ്, ക്രിമിനൽ നടപടിക്രമം, ഇന്ത്യൻ തെളിവ് നിയമം, പുതിയ നിയമസംഹിതകളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയിലും മറ്റു പ്രാദേശിക നിയമങ്ങൾ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ആയുധ പരിശീലനം, സോഫ്റ്റ് സ്കിൽസ്, നേതൃപാഠവും, സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ്, മൈനർ ആക്ടുകൾ, മനുഷ്യ മനഃശാസ്ത്രം, ക്രിമിനോളജി, ഫോറൻസിക് സയൻസ്, ഫിംഗർ പ്രിന്റ്, ഇൻവെസ്റ്റിഗേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, സൈബർ കുറ്റകൃത്യ നിവാരണ നൈപുണ്യങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ വിഷയങ്ങളിലുള്ള അറിവ് മികച്ച അധ്യാപകർ പ്രദാനം ചെയ്ത പാഠങ്ങളിലൂടെ ഇവർ നേടിയെടുത്തിട്ടുണ്ട്. കൂടാതെ അത്യാധുനിക ആയുധങ്ങളായ ഇൻസാസ്, SLR, AK-47, MP5, Glock 19 പിസ്റ്റോൾ, ഘാതക് എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും ഇവർ പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. ഡ്രൈവിംഗിനോടൊപ്പം ശാരീരിക ക്ഷമതാ പരിശീലനം, പരേഡ്, വിവിധ തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം, യോഗ, നീന്തൽ, കരാട്ടെ, ആംസ് ഡ്രിൽ, ഫയറിംഗ്, അൺആംഡ് കോമ്പാറ്റ്, ട്രാഫിക് ഡ്രിൽ, ലത്തി ഡ്രിൽ, ഫസ്റ്റ് എയ്ഡ് എന്നീ വിഷയങ്ങളിലും ഇവർക്ക് വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച റോഡ് സുരക്ഷാ ഉപകരണം സുരക്ഷിതമായ ഡ്രൈവിംഗ് ആണ്. 6 മാസം നീളുന്ന തങ്ങളുടെ പരിശീലന കാലയളവിൽ ചിട്ടയോടെയും കൃത്യതയോടെയും അറിവും കഴിവും നൈപുണ്യങ്ങളും വികസിപ്പിച്ച് സത്യസന്ധതയും സമഗ്രതയും കൈമുതലാക്കി ഉയർന്ന ധാർമ്മികതയും ഉത്തരവാദിത്വമുള്ള കർത്തവ്യങ്ങൾ പാലിക്കുന്നതിനുമായി പ്രവർത്തനത്തിൻ്റെയും തത്വാധിഷ്ഠിതമായ ആദർശത്തിൻ്റെയും സ്ഥിരതയുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ധാരണയുമായി ഈ 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരിശീലനാർത്ഥികളും കർമ്മനിരതയിലേക്ക് വ്യാപരിക്കുന്നു. സമൂഹത്തെ സേവിക്കാനുള്ള അവരുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും തെളിവാണ് ഈ മഹത്തായ ചടങ്ങ്. ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. തൃശൂർ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ മണ്ണിൽ ഇപ്പോൾ നീതിയെ ഉയർത്തിപ്പിടിക്കുകയും പൗരന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പുതിയ നായകന്മാരുടെ പിറവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ സന്നിഹിതരായ ഏവരുടെയും ഓർമ്മകളിൽ ഈ സുപ്രധാന സന്ദർഭം നിസ്സംശയമായും പതിഞ്ഞിരിക്കും. ആ സ്മരണകൾ
അവരുടെ ഹൃദയങ്ങളിൽ അഭിമാനവും പ്രചോദനവും നിറയ്ക്കും. ഡൈസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. അതിവിശിഷ്ടമായ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേ സാഹിബ്, ഇന്ത്യൻ പോലീസ് സർവീസ് അവർകളാണ്. കൂടാതെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ MR അജിത് കുമാർ IPS അവർകൾ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ IGP ശ്രീ K സേതുരാമൻ IPS അവർകൾ, DIG ആംഡ് പോലീസ് ബറ്റാലിയൻ ഇൻചാർജ് ശ്രീ ആനന്ദ് R IPS അവർകൾ, തൃശൂർ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് ശ്രീമതി ഹേമലത M IPS അവർകൾ എന്നിവരും പ്രിയ ജനപ്രതിനിധികളും പോലീസ് സേനയിലെയും മറ്റു വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിനെ തങ്ങളുടെ മഹനീയ സാന്നിധ്യത്താൽ ധന്യമാക്കുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിന് സംഗീതാത്മകമായ ചാരുത പകരുന്നത് MSP യൂണിറ്റിലെ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ അരുൺ പ്രസാദ്, KP 4-ാം ദളത്തിലെ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ വിനോദ് MG എന്നിവർ നയിക്കുന്ന ബ്രാസ് ബാൻഡ് സംഘവും, KP 2-ാം ദളത്തിലെ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ശിവപ്രസാദ് നയിക്കുന്ന പൈപ്പ് ബാൻഡ് സംഘവുമാണ്. ഒരേ മനസ്സോടെ 6 മാസകാലത്തെ ദിനരാത്രങ്ങൾ താണ്ടി ഘടികാര സൂചിയുടെ ചലനങ്ങൾ മുന്നേറി സമയം ആഗതമാകുമ്പോൾ അവർക്ക് സേവന മഹിമയുടെ ഒരുമയുടെ നാമധേയമാകുന്നു. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ H ബാച്ചിലെ എല്ലാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പോലീസിംഗിൻ്റെ ഒരു യുഗം ആരംഭിക്കുന്നതിനാൽ നാം സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ 150 സേനാംഗങ്ങളും നീതിയുടെയും ദേശസ്നേഹത്തിൻ്റെയും സമഗ്രതയുടെയും ശക്തമായ സംസ്കാരത്താൽ സ്വയം സജ്ജീകരിച്ചിരിക്കുന്നു. നാടിൻ്റെ ഭാവി ഭാസുരമാക്കാൻ നന്മയുടെ പ്രതീക്ഷകളായി അവരെല്ലാവരും ജനസേവകരാകുന്ന നിമിഷം ഇവിടെ പിറക്കുന്നു. 2024 ജൂൺ 26 മുതൽ 6 മാസത്തോളം അവർ കഠിനമായ പരിശീലനത്തിന് വിധേയരായി രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി തങ്ങളുടെ കഴിവുകളും അറിവും ഉയർത്തി അചഞ്ചലമായ സത്യസന്ധതയും സമഗ്രതയും പ്രകടമാക്കിക്കൊണ്ട് തത്വപരമായ പെരുമാറ്റത്തിൻ്റെയും സ്ഥിരതയുടെയും പ്രാധാന്യം ഇവർ ആന്തരികവൽക്കരിച്ചുകൊണ്ട് ശോഭനമായ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുടെ വിളക്കുകളായി ഇതാ ഈ ശുഭമുഹൂർത്തത്തിൽ ദീപ്തമാകുന്നു. നീതി, ദേശസ്നേഹം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയോടെ ഈ സമർപ്പിത വ്യക്തിത്വങ്ങളുടെ ആവലി അഖണ്ഡത, രാജ്യസ്നേഹം എന്നിവയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നു. നമ്മുടെ രാജ്യത്തെ മികവോടെ സേവിക്കാനും സംരക്ഷിക്കാനും സജ്ജരായിരിക്കുന്നു. തന്നെ പോലെ മറ്റുള്ളവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും അംഗീകരിച്ചു കൊടുക്കുവാനും ഏവരെയും പരിഗണിക്കാനും സാധിക്കുന്നിടത്താണ് മനുഷ്യത്വം രൂപപ്പെടുന്നത്. രാഷ്ട്രപിതാവ് ശ്രീ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെ വായിക്കാം: മാനവികതയുടെ മഹത്വം മനുഷ്യനാകുക എന്നതല്ല, മറിച്ച് മനുഷ്യത്വം ഉണ്ടായിരിക്കുക എന്നതാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് മനുഷ്യത്വം തകരുന്നതും അരാജകത്വം ഉടലെടുക്കുന്നതും. സത്യത്തിൻ്റെയും നീതിയുടെയും കാവലാളുകൾ വളർന്നു വരണം. നീതി പുലരുമ്പോൾ മനുഷ്യത്വം ഉടലെടുക്കുകയും മാനവികത ശക്തിപ്പെടുകയും ചെയ്യും. സഹജീവികളോടുള്ള കരുണയും വാത്സല്യവും ആർദ്രതയും ഓരോരുത്തരുടെയും കടമയായി കാണണം. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. അപ്പോഴാണ് മനുഷ്യത്വം രൂപപ്പെടുന്നതും മാനവികത പൂത്തുലയുന്നതും. സമാധാനപരമായ സൗഹൃദാന്തരീക്ഷമാണ് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം. സ്നേഹവും സഹവർത്തിത്വവുമാണ് ഭാരതീയരുടെ മുഖമുദ്ര. നൂറുകണക്കിന് ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കൊണ്ട് സമ്പന്നമായ വൈവിധ്യങ്ങളും സംസ്കാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയെ പോലൊരു രാഷ്ട്രം ലോകത്ത് മറ്റൊരിടത്തുമില്ല.
ഈ വൈവിധ്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പൗരന്മാരെയെല്ലാം നീതിക്കും നിയമത്തിനും മുന്നിൽ തുല്യരാക്കുന്നത് ദീർഘദൃഷ്ടിയുള്ള വിദഗ്ധർ തയ്യാറാക്കിയ നമ്മുടെ രാജ്യത്തിന്റെ ബൃഹത്തായ ഭരണഘടനയാണ്. ഇരുണ്ടുകൂടിയ കാർമേഘത്തിന് കീഴിൽ അലറി വിളിക്കുന്ന ഇടിമിന്നലിനെ ഭയപ്പെടാതെ ഇടവപ്പാതയിലെ കോരിച്ചൊരുന്ന പേമാരിയെ അതിജീവിച്ച് ഞാറ്റുവേലകൾ പേറുന്ന മിഥുനമാസവും താണ്ടി കർക്കിടക വെറുതിയെ കാറ്റിൽ പറത്തി പാടത്തും പറമ്പിലും പോയിടുന്ന തുമ്പയും മുക്കുറ്റിയും നിറം ചാർത്തുന്ന പൊന്നിൻ ചിങ്ങത്തിലെ ഓണത്തിന്റെ പുണ്യവും ആവാഹിച്ച് തുലാവർഷകാലത്തെ മഴയിൽ കുതിരാതെ വെയിലേറ്റ് വാടാതെ വൃശ്ചികക്കുളിരിൽ വിറകൊള്ളാതെ മഞ്ഞു പെയ്യുന്ന ധനുവിനെ ഉൾക്കരുത്തിനാൽ വിജയിച്ച് ശുഭകാര്യങ്ങൾക്കുള്ള ഏറ്റവും നല്ല കാലമായ മകരമാസം വരെ നീണ്ടു നിൽക്കുന്ന 6 മാസത്തെ പരിശീലന കാലയളവിൽ മഴയും വെയിലും കൊണ്ട് കാറ്റും പൊടിയും ചൂടും തണുപ്പുമേറ്റ് വേനലും വസന്തവും ശിശിരവും താണ്ടി വെല്ലുവിളികൾ നിറഞ്ഞ വിവിധ പരിശീലന മുറകളിലൂടെ ഈ 150 പരിശീലനാർത്ഥികൾ വിമലീകരിക്കപ്പെടുമ്പോൾ അവർ സമൂഹത്തെ മാതൃകാപരമായി നയിക്കാനും പ്രചോദിപ്പിക്കാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും പഠിക്കുന്നു. ശാരീരിക പരിശീലനം എന്നത് കേവലം വ്യക്തിഗത ശക്തി വളർത്തിയെടുക്കൽ മാത്രമല്ല, അത് നേതൃത്വ വികസനത്തിന്റെ നിർണായക ഘടകം കൂടിയാണ്. തൃശൂർ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ 22 ഏക്കർ വിസ്തീർണമുള്ള ക്യാമ്പസ് വൃക്ഷലതാദികളുടെയും പക്ഷിമൃഗാദികളുടെയും സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഭാരതത്തിന്റെ ദേശീയ പക്ഷിയായ മയിലിന്റെ നൃത്തച്ചുവടുകളും വർണ്ണപ്പീലികളുടെ ലാസ്യതയും ക്യാമ്പസിലെ നിത്യ കാഴ്ചകളാണ്. ഈ സ്ഥാപനത്തിൽ നൽകി വരുന്ന പരിശീലനത്തിന്റെ മുഖ്യ ഉദ്ദേശം തന്റെ ജോലിയോട് ആത്മാർത്ഥതയും പ്രതിബദ്ധതയും കാത്തു സൂക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നൈപുണ്യവും ഉത്സാഹവും വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം ഇവരിൽ ആരോഗ്യകരമായ ശീലങ്ങൾ, ഉദാരത, സത്യസന്ധത, സൂക്ഷ്മ വീക്ഷണം, അച്ചടക്കം മുതലായവ വളർത്തുകയും ചെയ്യുക എന്നതാണ്. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും പ്രധാന കർത്തവ്യം. ഭാരത ജനതയുടെ മഹത്തായ സംസ്കാരം ആഴത്തിൽ പ്രതിധ്വനിപ്പിക്കുന്ന ആവേശകരമായ പ്രഭാഷണങ്ങൾ നടത്തിയ ഇന്ത്യയുടെ വാനമ്പാടി ശ്രീമതി സരോജിനി നായിഡു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അനശ്വരമായ ആദർശങ്ങളിലാണ് ഒരു രാജ്യത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത്. നമ്മുടെ ഉള്ളിൽ പ്രേരണയുടെ ആഴത്തിലുള്ള ആത്മാർത്ഥതയും സംസാരത്തിൽ കൂടുതൽ ധൈര്യവും പ്രവൃത്തിയിൽ സത്യസന്ധതയും ഉണ്ടാകണം. ജീവൻ നിലനിർത്താൻ ദാഹജലം അനിവാര്യമായതുപോലെ സാമൂഹിക ബന്ധങ്ങൾ കിളിർക്കാൻ സ്നേഹത്തിന്റെ നീരുറവ നിർബന്ധമാണ്. വറ്റി വരളുമ്പോൾ മനുഷ്യ മനസ്സുകൾ ഊഷരമാകുന്നു. മനുഷ്യ മനസ്സുകളെ അഗാധമായി സ്വാധീനിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. ഈ സമയം ഈ ചടങ്ങിനെ തന്റെ സാന്നിധ്യത്താൽ ധന്യമാക്കാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മുഖ്യാതിഥി കേരള സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ് ഇന്ത്യൻ പോലീസ് സർവീസ് അവറുകൾ ഡയസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതും തുടർന്ന് പരേഡ് പരിശോധിക്കുന്നതുമാണ്.
ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും മഹത്തായ പ്രതീകമായ ഇന്ത്യൻ ദേശീയ പതാക കേരള പോലീസ് വകുപ്പിൻ്റെയും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെയും പതാകകളുടെ അകമ്പടിയോടെ ശ്രുതിമധുരമായ വാദ്യസംഗീതത്തിൻ്റെ ഈണത്തിൽ ഇഴുകിച്ചേർന്ന് സേനാംഗങ്ങൾ അല്പസമയത്തിനകം ഈ ചടങ്ങിലേക്ക് ആനയിക്കുന്നതാണ്. തുടർന്ന് സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദേശീയ പതാകയ്ക്ക് ആദരവർപ്പിച്ച് ദേശീയഗാനത്തിൻ്റെ അകമ്പടിയോടെ നാഷണൽ സല്യൂട്ട് പ്രിസന്റാം നൽകുന്നതാണ്. ദേശീയഗാനം ആലപിക്കുമ്പോൾ ആദരസൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. ഈ സമയം 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരിശീലനാർത്ഥികൾ അശോക ചക്രാങ്കിത ത്രിവർണ പതാകയെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പരിശീലനാർത്ഥികൾക്കുള്ള സത്യപ്രതിജ്ഞാവാചകം തൃശൂർ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പരിശീലന വിഭാഗം ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ സജീഷ് ബാബു NVR വകൾ ചൊല്ലിക്കൊടുക്കുന്നു. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ
ഒരംഗം എന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്കതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസിന്റെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ ഏറ്റവും ആകർഷണീയമായ കാഴ്ചയ്ക്കാണ് നമ്മളിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചിട്ടയായ പരിശീലനത്തിലൂടെ നേടിയെടുത്ത നൈപുണ്യങ്ങളും തീക്ഷണാപരമായ അച്ചടക്കവും പ്രദർശിപ്പിക്കുന്ന പരേഡ് ഇതാ സമാരംഭിക്കുകയായി. ഈ സമയം പരേഡ് സ്ലോ മാർച്ചിലും തുടർന്ന് ക്വിക്ക് മാർച്ചിലും വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു.
ബഹുമാനപ്പെട്ട മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡ് കമാൻഡർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ വിഷ്ണു മഹേന്ദ്ര, പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ നബീൽ ഷാ എസ്, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ അരുൺ ഹരിഹരൻ നയിക്കുന്ന 1ാമത്തെ പ്ലട്ടൂൺ ഈ സമയം ബഹുമാനപ്പെട്ട മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. ഈ 109 പോലീസ് സേനാംഗങ്ങളെയും നിറഞ്ഞ കൈകളോടെ നമുക്ക് വരവേൽക്കാം. ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ ശ്രീജിത്ത് രാമകൃഷ്ണൻ നയിക്കുന്ന 2ാമത്തെ പ്ലട്ടൂൺ. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ അനിൽ ജിത്ത് നയിക്കുന്ന 3ാമത്തെ പ്ലട്ടൂൺ ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ രാഹുൽ രമേശ് നയിക്കുന്ന 4ാമത്തെ പ്ലട്ടൂൺ ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ ഫായിസ് മുഹമ്മദ് നയിക്കുന്ന 5ാമത്തെ പ്ലട്ടൂൺ. അവസാനമായി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ വിനോദ് SR നയിക്കുന്ന 6ാമത്തെ പ്ലട്ടൂൺ. കേരള പോലീസിന്റെ ആപ്തവാക്യങ്ങൾ നെഞ്ചിലേറ്റി നീതിബോധത്തിന്റെ പ്രതീകമായ തൊപ്പിയിൽ അരപ്പട്ടയിൽ ധരിച്ച് 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരിശീലനാർത്ഥികളും കേരളത്തിന്റെ നിയമപാലക ഭൂപ്രകൃതിയിൽ അഗാധമായ സ്വാധീനം ചെലുത്തുവാൻ ഒരുങ്ങുന്നു.
ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ അർപ്പണബോധത്തോടെയും കൃത്യതയോടെയും സേവിക്കുവാനായി ഒരുങ്ങുന്ന ഈ 180 പരിശീലനാർത്ഥികൾക്ക് തങ്ങളുടെ കുലീനമായ സേവന പാതയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പാസിംഗ് ഔട്ട് പരേഡ് മൈതാനി എന്ന വേദി ഒരു നിമിത്തമാകുന്നു. നാടിന്റെ പ്രതീക്ഷകൾ പ്രചോദിപ്പിക്കുകയും സ്നേഹത്തിന്റെ ക്യാൻവാസിൽ തിളക്കമാർന്ന നിറങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്ന ശോഭനമായ നിറവിലേക്കുള്ള തേരാളികളായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാറട്ടെ. ഈ 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരിശീലനാർത്ഥികളും അവരുടെ യാത്ര ആരംഭിക്കുമ്പോൾ അവർ കേരളത്തിലെ ജനങ്ങളോടുള്ള സേവനത്തിന്റെയും പ്രതിബദ്ധതയുടെയും അഭിമാനകരമായ പാരമ്പര്യത്തിന്റെ ഭാഗമാകും. അവരുടെ ഭാവി ഉദ്യമങ്ങളിൽ നമുക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരാം. ഈ മൈതാനി പ്രസിദ്ധിക്കുന്ന ക്യുക്ക് മാർച്ചിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. നിറഞ്ഞ കൈഡികളോടെ നമുക്ക് അവരെ വരവേൽക്കാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു പരേഡ് കമാൻഡർ ശ്രീ വിഷ്ണു മഹേന്ദ്ര. പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ നബിൽ ഷാ എസ്, followed by the 1 platoon led by ശ്രീ അരുൺ ഹരിഹരൻ. ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു ശ്രീ ശ്രീജിത്ത് രാമകൃഷ്ണൻ നയിക്കുന്ന രണ്ടാമത്തെ പ്ലാറ്റൂൺ. Now the third platoon led by ശ്രീ അനിൽജിത്ത് passes by paying honor to the chief guest. ശ്രീ രാഹുൽ രമേശ് നയിക്കുന്ന നാലാമത്തെ പ്ലാറ്റൂൺ ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. ഈ സമയം മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു ശ്രീ ഫായിസ് മുഹമ്മദ് നയിക്കുന്ന അഞ്ചാമത്തെ പ്ലാറ്റൂൺ. അവസാനമായി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു ശ്രീ വിനോദ് എസ് ആർ നയിക്കുന്ന ആറാമത്തെ പ്ലാറ്റൂൺ. ഇവരുടെ ആത്മവിശ്വാസവും കൃത്യതയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രേഷ്ഠമായ സേവന ജീവിതത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ ഇവരെ ഇതാ സജ്ജമാക്കിയിരിക്കുന്നു. നീതിയുടെയും ശാന്തിയുടെയും കാവലാളുകളായ പൊതുജന സേവകരായി അവർ മാറുന്നതിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഹർഷാരവങ്ങളോടെ നമുക്ക് അവരുടെ യാത്രയുടെ കുതിപ്പിന് വരവേൽപ്പ് നൽകാം. പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി പൊതുജന സേവകർ ആകുന്ന 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരിശീലനാർത്ഥികൾക്കും നന്മകൾ നേരുന്നു. ഇവരുടെ നിസ്വാർത്ഥ സേവനം രാഷ്ട്രത്തിന് മഹത്തായ ഒരു യുഗത്തിന് തുടക്കമിടുന്ന ശ്രുതിഭദ്രമായ ഉണർവിന്റെ ആഹ്വാനമാകട്ടെ. കർമ്മപഥത്തിന്റെ വിശാലതയിലേക്ക് ചുവടച്ചു മുന്നേറുന്ന 150 പോലീസ് സേനാംഗങ്ങളെയും ആമോദപൂർവം നിറഞ്ഞ കൈഡികളോടെ നമുക്ക് വരവേൽക്കാം, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം.
ഉറച്ച ചുവടുകൾ മുന്നോട്ട് വെച്ച് കരുത്തുറ്റ ഹൃദയവുമായി ഏകാഗ്രമായ മനസ്സോടെ മുന്നേറുന്ന റിവ്യൂ ഓർഡർ മാർച്ച്. പരേഡ് റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്യുന്നതും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. ഈ സമയം പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്കുള്ള അംഗീകാരം നൽകുന്ന ചടങ്ങാണ് നടക്കുന്നത്. അംഗീകാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യാതിഥി കേരള സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് IPS അവർകളെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബെസ്റ്റ് ഷൂട്ടർ ശ്രീ പ്രജീഷ് ടി. പരിശീലന കാലയളവിൽ വിവിധ ആയുധങ്ങളുടെ ഉപയോഗത്തിലും ഫയറിങ്ങിലും മികവ് തെളിയിച്ച് ബെസ്റ്റ് ഷൂട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ വേങ്ങേരി ദേശത്ത് തറയിൽ വീട്ടിൽ ശ്രീ പ്രസന്നൻ ടിയുടെയും ശ്രീമതി ഉഷയുടെയും മകനും ITI വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീ പ്രജീഷ് ടി ആണ്. ഭാര്യ ശ്രീമതി അർച്ചന, മകൾ പാർവണ. ഈ സമയം ശ്രീ പ്രജീഷ് ടി മുഖ്യാതിഥിയിൽ നിന്നും ബെസ്റ്റ് ഷൂട്ടർ ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഔട്ട്ഡോർ ശ്രീ വിഷ്ണു മഹേന്ദ്ര. പരിശീലന കാലയളവിൽ വിവിധ ഔട്ട്ഡോർ വിഷയങ്ങളിൽ മികവ് തെളിയിച്ച് ബെസ്റ്റ് ഔട്ട്ഡോറായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ അർക്കന്നൂർ ദേശത്ത് ലീലാ മന്ദിരം വീട്ടിൽ ശ്രീ മഹേന്ദ്ര കുറുപ്പിൻ്റെയും ശ്രീമതി ഷീല മഹേന്ദ്രയുടെയും മകനും BTech വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീ വിഷ്ണു മഹേന്ദ്ര ഈ സമയം മുഖ്യാതിഥിയിൽ നിന്നും ബെസ്റ്റ് ഔട്ട്ഡോർ ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഇൻഡോർ ശ്രീ നവനീത് G. ബെസ്റ്റ് ഇൻഡോർ ശ്രീ നവനീത് G. പരിശീലന കാലയളവിൽ ഇൻഡോർ വിഷയങ്ങളിൽ മികവ് തെളിയിച്ച് ബെസ്റ്റ് ഇൻഡോറായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ കൊല്ലങ്കോട് ദേശത്ത് ചീരണി വീട്ടിൽ ശ്രീ ഗംഗാധരൻ്റെയും ശ്രീമതി ഓമനയുടെയും മകനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീ നവനീത് G. ഈ സമയം മുഖ്യാതിഥിയിൽ നിന്നും ബെസ്റ്റ് ഇൻഡോർ ട്രോഫി സ്വീകരിക്കുന്നു.
ബെസ്റ്റ് ഓൾറൗണ്ടർ ശ്രീ വിഷ്ണു മഹേന്ദ്ര. പരിശീലന കാലയളവിൽ സമസ്ത മേഖലകളിലും മികവ് തെളിയിച്ച് ബെസ്റ്റ് ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ അർക്കന്നൂർ ദേശത്ത് ലീലാ മന്ദിരം വീട്ടിൽ ശ്രീ മഹേന്ദ്ര കുറുപ്പിൻ്റെയും ശ്രീമതി ഷീല മഹേന്ദ്രയുടെയും മകനും ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ പരേഡ് കമാൻഡറുമായ ശ്രീ വിഷ്ണു മഹേന്ദ്ര ഈ സമയം മുഖ്യാതിഥിയിൽ നിന്നും ബെസ്റ്റ് ഓൾറൗണ്ടർ ട്രോഫി സ്വീകരിക്കുന്നു. മികവ് തെളിയിച്ചവർക്കുള്ള അംഗീകാരങ്ങൾ നൽകിയ ആദരണീയനായ മുഖ്യാതിഥിക്ക് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. പരിശീലന കാലയളവിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അംഗീകാരം നൽകുന്ന ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നു. പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ മുഖ്യാതിഥി കേരള സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് IPS അവർകളെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിലെ സന്നിഹിതരായിട്ടുള്ള സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്നയോടുകൂടി കേരള പോലീസിൻ്റെ ഭാഗമാവുന്ന 150ഓളം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, പത്രമാധ്യമ മീഡിയ സുഹൃത്തുക്കൾ, തൃശ്ശൂരിലെ പ്രവർത്തിക്കുന്ന ഇന്ത്യ റിസർവ് ബറ്റാലിയനിൻ്റെ 6 മാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കി ഇന്ന ദിവസം സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പങ്കെടുത്ത 150ഓളം റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ പരേഡ് വളരെ ഗംഭീരമായിരുന്നു. ഈ ചെറിയ കാലയളവിൽ ഇത്ര നല്ല പരേഡ് കാഴ്ചവെച്ചതിനെ ഞാൻ ഓരോരാളും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെല്ലാവരെയും കേരള പോലീസ് എന്ന കുടുംബത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഈ 150 ആൾക്കാരിലെ മലപ്പുറം MSP ബറ്റാലിയനിൻ്റെ 21 പേരും, SAPയിലെ 43 പേരും, KAP 1, 2, 3, 4, 5 ബറ്റാലിയനിൻ്റെ യഥാക്രമം 14, 12, 32, 15, 13 റിക്രൂട്ട് അംഗങ്ങളാണ് ഇന്നത്തെ ഈ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിലെ ഇവരുടെ വിദ്യാഭ്യാസം നോക്കിയാൽ വളരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഓരോ ഉദ്യോഗസ്ഥന് നേരിട്ടുള്ളത്. ഈ പരിശീലനം നേടിയവരിലെ MTech യോഗത്തുള്ള 2 പേരുണ്ട്.
പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യതയുള്ള 6 പേരും ബിടെക് 15 പേരും BSc യോഗ്യതയുള്ള 2 പേരും 53 ബിരുദധാരികളും 16 ഡിപ്ലോമാധാരികളും 15 ITA പഠിച്ച ആൾക്കാരാണ്. വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ബാച്ചാണ് ഇത്. പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സിൻ്റെ എണ്ണം ഒരുപാട് കൂടുതലുള്ള ഒരു ബാച്ചും കൂടിയാണ്. ഈ 150ഓളം ഡ്രൈവർ കോൺസ്റ്റബിൾമാർക്ക് അവരുടെ ജോലി നല്ല പോലെ നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ പരിശീലനം ഈ 6 മാസത്തിൻ്റെ കാലയളവിൽ കിട്ടിയിട്ടുള്ളതാണ്. ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് വിവിധ ഔട്ട്ഡോർ പരിപാടികൾ, ഡ്രില്ലും, വെപ്പൺസ് ട്രെയിനിങ്, ഫയറിങ് മറ്റതും കൂടാതെ ഇൻഡോർ വിഷയങ്ങളായിട്ടുള്ള മോട്ടോർ വാഹനത്തിന് പറ്റിയിട്ടുള്ള വിഷയങ്ങളും MACT ക്ലെയിംസും മോട്ടോർ വാഹന നിയമം മറ്റതും പരിശീലനയുടെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ ഡ്രൈവിംഗ് ജോലിക്ക് ആവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ വിഷയങ്ങളെല്ലാം ഇവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഉപയോഗിക്കുന്ന പ്രത്യേകമായിട്ടുള്ള വാഹനങ്ങളായിട്ടുള്ള വജ്ര, ഇന്ദ്ര ഇതുപോലത്തുള്ള വാഹനങ്ങളുടെ ഡ്രൈവിങ്ങും, പിന്നെ പോലീസിൻ്റെ ഒരു പ്രധാന ജോലി പറയുന്ന VIP സെക്യൂരിറ്റിയിലെ മോട്ടോർ കേഡിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ വണ്ടി ഓടിക്കണം എന്ന കാര്യം കൂടി വിപുലമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക. ഈ മാറുന്ന കാലാവസ്ഥയിൽ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങൾ പോലീസ് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ERSS സംവിധാനം നമ്മുടെ രാജ്യത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന റെസ്പോൺസിബിലിറ്റി ഡ്രൈവർമാർക്കും കൂടിയാണ്. ഒരു വിവരം കിട്ടിയാൽ അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ ടാബിൽ വയ്ക്കുക, സമയത്തിൽ എത്തിക്കുക എന്നത് കൂടി ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന കാലങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റത്തിനനുസൃതമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും നമ്മളെല്ലാവർക്കും വേണ്ടി വരും. എല്ലാ വകുപ്പുകളിലെ എല്ലാ വിങ്സ് വളരെ പ്രധാനമാണ്. ഡ്രൈവർ പറയുന്ന വ്യക്തി വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സമയത്തിൽ സംഭവ സ്ഥലത്ത് എത്തിക്കുക, വളരെ കെയർഫുള്ളായിട്ടും ഒരു പ്രശ്നമുള്ള സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെ പോകണം, എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എത്തിപ്പെടണം എന്നത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും കേരള പോലീസിൻ്റെ മോട്ടോ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൃദുഭാവേ ദൃഢകൃത്യേ കേരള ജനങ്ങളുടെ നല്ല സേവനം അർപ്പിക്കാനുള്ള മനസ്സ് വയ്ക്കും. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും എന്ന ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരിക്കലും കൂടി അഭിനന്ദിച്ചതുകൊണ്ടും ഞാൻ എൻ്റെ വാർത്തകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്കും നൽകിയ സന്ദേശത്തിനും ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമയം പരേഡ് കമാൻഡർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ വിഷ്ണു മഹേന്ദ്രയുടെ നേതൃത്വത്തിൽ ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ ചടങ്ങുകൾ ഔപചാരികമായി പൂർത്തിയാക്കുന്ന പീൽ ഓഫ് എന്ന കർത്തവ്യം നിർവഹിക്കപ്പെടുന്നു.
ഇവിടെ ഈ പാസിംഗ് ഔട്ട് പരേഡ് പര്യവസാനത്തിലേക്ക് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന ബൃഹത്തായ പാഠശാലയുടെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഒരേ ദിശാബോധമുള്ള 150 കർമ്മനിരതരുടെ നിര ഈ ധന്യ നിമിഷങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ നിത്യഹരിതമായ സ്മരണയാക്കി വീണ്ടും ഒത്തുചേരാനായി നമുക്കിപ്പോൾ പിരിയാം എന്ന ആശയം ഉൾക്കൊണ്ട് വിരമിക്കലിൻ്റെയും വിജയത്തിൻ്റെയും ഈണങ്ങളുടെ ബാൻഡുവാദ്യ ആവിഷ്കാരം ഇപ്പോൾ സമാരംഭിക്കുന്നതോടെ ഒരിക്കലും മാറ്റുകുറയാത്ത നിരവധി അനവധി ജീവിത മുഹൂർത്തങ്ങൾ നെഞ്ചിലേറ്റി പ്രിയ പരിശീലനാർത്ഥികൾ വിടവാങ്ങുന്നു. തങ്ങളുടെ കർമ്മപഥത്തിലേക്ക് ജ്വലന വേഗമാളുന്നു. നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ചുമക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വിഖ്യാതമായ ഉദ്ധരണി ഇവിടെ പ്രസക്തമാകുന്നു. വ്യക്തികളിൽ നിന്ന് ഒരു ഏകീകൃത ശക്തിയിലേക്കുള്ള പരിവർത്തനം ഒരു പൊതുലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന അവരുടെ സ്ഥിരോത്സാഹത്തിന്റെയും തെളിവാണ്. ഈ നാഴിക അവരുടെ കഠിനാധ്വാനത്തിന്റെ ആഘോഷമാണ്. ജ്ഞാനം പകരുന്ന വിദ്യാലയം നൽകിയ അറിവിൻ്റെ അനശ്വരമായ സമ്പാദ്യം ഹൃദയത്തിലേറ്റുവാൻ ഏറെ ശുഭകാര്യങ്ങൾ എല്ലാ ഒരുക്കമായും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവരുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഇവർ കർമ്മപഥത്തിലേക്ക് നടന്നെടുക്കട്ടെ. ഈ 150 പോലീസ് സേനാംഗങ്ങൾ ഇന്ന് തങ്ങളുടെ പാവനമായ സേവനത്തിൽ നന്ദി കുറിക്കുന്നു. അവർ കേരളത്തിലെ ജനങ്ങളോട് സേവനത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും അഭിമാനകരമായ പാരമ്പര്യത്തിൻ്റെ ഭാഗമാകുന്നു. പരേഡിൻ്റെ ഏറ്റവും സജീവമായ സർവോപരി ഹൃദയസ്പർശിയുമായ ചടങ്ങാണ് ഇവിടെ പുരോഗമിക്കുന്നത്. തന്റെ സാന്നിധ്യത്താൽ ഈ ചടങ്ങ് ധന്യമാക്കിയ മുഖ്യാതിഥി ആദരണീയനായ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേസ് നായിക് IPS അവർകൾക്കും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ MR അജിത് കുമാർ IPS അവർകൾ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ IGP ശ്രീ K സേതുരാമൻ IPS അവർകൾ, DIG ആംഡ് പോലീസ് ബറ്റാലിയൻ ഇൻചാർജ് ശ്രീ ആനന്ദ് IPS അവർകൾ, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് ശ്രീമതി ഹേമലത IPS അവർകൾ, തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി രാജശ്രീ ഗോപൻ അവർകൾ എന്നിവർക്കും പ്രിയ ജനപ്രതിനിധികൾക്കും ക്ഷണിതാക്കളായ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും പോലീസ് സേനയിലെയും മറ്റ് വകുപ്പുകളിലെയും എല്ലാ ഉന്നത ഉദ്യോഗസ്ഥർക്കും പ്രിയപ്പെട്ട പരിശീലനാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾക്കും ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ വിജയത്തിനായി മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാ സുമനസ്സുകൾക്കും കേരള പോലീസിന്റെയും തൃശൂർ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.